ഓക്കെ എടാ, പബ്ലിക് ഹെൽത്തിൽ നിന്നുള്ള 25 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. 25 ശരിയാക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഞാൻ ഇന്ന് കെമിസ്ട്രി എടുക്കാമെന്ന് പറയുന്നില്ലേ? കെമിസ്ട്രി നമ്മൾ നാളെ എടുക്കാം. ഞാൻ എടുത്ത PDF ഇതാണ് കേട്ടോ. ഓക്കെ, കെമിസ്ട്രി നമ്മൾ നാളെ എടുക്കാം. ശരി, തുടങ്ങിക്കോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതില് ഒന്നാമത്തെ രോഗം ക്ഷയം വായുവിലൂടെ പകരുന്നതാണോ? ആണോ? യെസ്, ക്ഷയരോഗം വായുവിലൂടെ പകരുന്നു. ടൈഫോയിഡ് വായുവാണോ? ടൈഫോയിഡ് വായുവല്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞേ? ടൈഫോയിഡ് എന്താണ്? ടൈഫോയിഡ് ജലം എന്ന് പറഞ്ഞാൽ കറക്റ്റല്ല, മലിനജലം എന്ന് പറയുന്നത്. മലിനജലം. ടൈഫോയിഡ് മലിനജലമാണ് കേട്ടോ, മലിനജലം. ഓക്കെ, ടൈഫോയിഡ് മലിനജലമാണ്. ഓക്കെ, അടുത്ത് ചിക്കൻ ബോക്സ് വായുവിലൂടെയാണോ പകരുന്നത്? ചിക്കൻ ബോക്സ് വായുവിലൂടെയാണ് പകരുന്നത്. ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഓക്കെ, എലിപ്പനി വായുവിലൂടെ പകരുന്ന രോഗമാണോ? അല്ല, എലിപ്പനിയും മലിനജലമാണ് അല്ലെ? എലിപ്പനിയും ജലത്തിലൂടെ പകരുന്ന രോഗമാണ്, അല്ലെങ്കിൽ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് 1, 3 വരും. 1, 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി 1 and 3. ഓക്കെ, ഇവിടെ ഈ ചിക്കൻ ബോക്സ് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് PSC 2 ചോദ്യം ചോദിച്ചു. അതായത് ഒന്ന്, ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിൻ ഏതെന്ന് ചോദിച്ചു. ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിൻ ഏതാണ്? അതാ, ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിൻ ഏതാ? പിള്ളേരെ, ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിൻ ആണ് വാരിസെല്ല. ഏതാ പിള്ളേരെ? വാരിസെല്ല വാക്സിൻ കേട്ടോ. വാരിസെല്ല വാക്സിൻ ആണ് കേട്ടോ. വാരിസെല്ല വാക്സിൻ ആണ് ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിൻ. അതുപോലെ തന്നെ ചിക്കൻ ബോക്സിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ്? ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ? എന്താണ്? ചിക്കൻ ബോക്സിന് കാരണമാകുന്നത് വൈറസ് ആണ്. ചിക്കൻ ബോക്സിന് കാരണമാകുന്ന വൈറസ് ആണ്. അത് ഏത് വൈറസ് നേരിട്ട് കഴിഞ്ഞാല് വാരിസെല്ല സോസ്റ്റർ വൈറസ് കേട്ടോ. വാരിസെല്ല സോസ്റ്റർ. ഓക്കെ, ഞാൻ ചിക്കൻ ബ്രോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ ബ്രോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചിക്കൻ ബോക്സ് വാരിസെല്ല സോസ്റ്റർ ആണ് കേട്ടോ. വാരിസെല്ല സോസ്റ്റർ ആണ് ചിക്കൻ ബോക്സിന് കാരണമാകുന്ന വൈറസ്. ശരി, അപ്പൊ അതുങ്ങൾ ഓർത്ത് വെച്ച് വേണം. അപ്പൊ നമ്മുടെ ഈ ക്ഷയരോഗത്തിനെതിരെ വല്ല വാക്സിൻ ഉണ്ടാണോ? ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതാ? ക്ഷയരോഗത്തിന്റെ വാക്സിൻ ആണ് BCG അല്ലേ? BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ ഉള്ളതാണ്. ഓക്കെ, ടൈഫോയിഡ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പറഞ്ഞു തരാം. ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് ഏതിനെയാണ്? ഏത് അവയവത്തെയാണ് ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത്? ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് കുടലിനെയാണ്. കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. ഓക്കെ, ടൈഫോയിഡ് കണ്ടെത്താനുള്ള പരിശോധന ചോദിക്കാറുണ്ട്. ടൈഫോയിഡ് കണ്ടെത്താനുള്ള പരിശോധനയാണ് പിള്ളേരെ വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് ആണ് കേട്ടോ. ടൈഫോയിഡ് കണ്ടെത്താനുള്ള പരിശോധനയാണ് വൈഡൽ കേട്ടോ. വൈഡൽ ടൈഫോയിഡ്. ഓക്കെ, വൈഡൽ ടൈഫോയിഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അപ്പൊ അത് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലിംഗാധിഷ്ഠിത അക്രമം, സാമൂഹിക ദുരുപയോഗം എന്നിവർക്ക് ഇരയായ ആൾക്കാർക്ക് മെഡിക്കൽ പരിചരണം നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. ഓപ്ഷൻ ഏതാണ് പിള്ളേരെ? ഭൂമിക. ഓപ്ഷൻ എ ഭൂമികയാണ് ആൻസർ. ഭൂമിക. ഓക്കെ, ഭൂമികയാണ്. ശ്രദ്ധിച്ച് ചെയ്യുക. നിരാമയ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. നിരാമയ എന്താ? നിരാമയ എന്ന് വെച്ച് കഴിഞ്ഞാല് അംഗപരിമിതർ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ, അംഗപരിമിതർ അവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് കേട്ടോ. ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ. ഓക്കെ, പഠിച്ചോണം. അംഗപരിമിതർ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. അംഗപരിമിതർ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ എന്ന് പറയുന്നത്. നിരാമയ. ഓക്കെ, സമന്വയം ചോദിക്കുന്ന പദ്ധതിയാണ്. എന്താണ് സമന്വയ? സമന്വയ യെസ്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അല്ലെ? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള തുടർ പഠന പദ്ധതിയാണ് ഏത്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള തുടർ പഠന പദ്ധതിയാണ് ഏത്? സമന്വയം എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവിടെ പഠനം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ തുടർ പഠനം ലഭിക്കുന്ന
പദ്ധതിയാണ് സമന്വയം. മൃതസഞ്ജീവനി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കാരണം മൃഗസഞ്ജീവനി നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്, അല്ലെ? മൃഗസഞ്ജീവനി നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. എന്താണ്ട ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാന പദ്ധതിയാണ് കേട്ടോ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയുടെ ഗുഡ് വിൽ അംബാസിഡർ എസ് മോഹൻലാലാണ്, അല്ലെ? നമ്മുടെ ലാലേട്ടനാണ്. ഓക്കെ, മൃതസഞ്ജീവനിയുടെ ഗുഡ് വിൽ അംബാസിഡർ. ഓക്കെ, മനസ്സിലായല്ലോ. മൃതസഞ്ജീവനി മാത്രമല്ല, റോഡപകട ബോധവൽക്കരണം ശുഭയാത്ര, റോഡപകട ബോധവൽക്കരണം ശുഭയാത്ര ഗുഡ് വിൽ അംബാസിഡർ മോഹൻലാലാണ്. അതുപോലെ എയ്ഡ്സ് ബോധവൽക്കരണം ആയുർദളം പദ്ധതി, എയ്ഡ്സ് ബോധവൽക്കരണം ആയുർദളം പദ്ധതി മോഹൻലാലാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ആയുർദളം പദ്ധതി, അതിന്റെയും ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോടാ? ഓക്കെ, ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാൾസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ്? സാൾസ് രോഗം. സാൾസ് രോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ഏത്? സാൾസ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ഏത്? സാൾസ്. കേട്ടാ, ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങള് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെച്ച് വേണം. അതായത് ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്നത് നമ്മളെ ശ്വാസകോശത്തെയാണ്. അതുപോലെ തന്നെ എംബസീമ ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ്. ബ്രോങ്കൈറ്റിസ്, എംബസീമ ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ്. അതുപോലെ തന്നെ സിലിക്കോസിസ് ബാധിക്കുന്നത് സിലിക്കോസിസ് രോഗം ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ്. സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താണ്, നമ്മുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട രോഗമാണ്. എവിടെയാണ് സിലിക്കോസിസ്? ഈ പാറമട അല്ലെങ്കിൽ ഈ കോറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടുവരുന്ന രോഗമാണ് ഏത്? സിലിക്കോസിസ് എന്ന് പറയുന്നത്. കേട്ടാ, ഈ പാറമട അങ്ങനത്തെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടുവരുന്ന ശ്വാസകോശ രോഗമാണ് ഏത്? സിലിക്കോസിസ് എന്ന് പറയുന്നത്. സിലിക്കോസിസ്. ഓക്കെ, മനസ്സിലായ? ഈ ബ്രോങ്കൈറ്റിസും എംബസീമയൊക്കെ എങ്ങനെയാ വരുന്നത്? ബ്രോങ്കൈറ്റിസ്, എംബസീമ ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? പുകവലി കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസ്, എംബസീമ. പിന്നെ ഒന്നും കൂടെ നമുക്ക് ചോദിക്കും, മനസ്സിലായ? നമുക്ക് ശ്വാസകോശ അർബുദം. മനസ്സിലായ? പുകവലി കാരണം നമുക്കുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബ്രോങ്കൈറ്റീസും എംബസീമയും മാത്രമല്ല, നമുക്ക് ശ്വാസകോശ അർബുദം അല്ലെങ്കിൽ ലങ് ക്യാൻസറും നമുക്ക് വരും. ലങ് ക്യാൻസർ. ഓക്കെ, സിനിമയൊക്കെ കാണാൻ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ പറയുന്ന പരസ്യത്തിൽ ഈ ബ്രോങ്കൈറ്റീസ്, എംബസീമ, ശ്വാസകോശ, ലങ് ക്യാൻസർ തുടങ്ങിയവ ഉണ്ടാവും പറഞ്ഞിട്ട് പരസ്യത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ഓക്കെ, അപ്പൊ ബ്രോങ്കൈറ്റീസ്, എംബസീമ, സിലിക്കോസിസ്, അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂമോണിയ രോഗം ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ്. ക്ഷയരോഗം. മോൾക്ക് ന്യൂമോണിയ ആണോ? ട്രീറ്റ്മെന്റിലാണോ? എങ്ങനെ? ഓക്കെ, ഹോസ്പിറ്റലാണോ? സാർ അഡ്മിറ്റ് ആണ് ഇന്നലെ തൊട്ട്. എങ്ങനെയുണ്ട്? കുറവുണ്ടോ? പനിയുണ്ടോ? പനി കുറെ ദിവസമായിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ തൊട്ട് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പനി കുറവുണ്ട്. ഓക്കെ ആണോ ഇപ്പൊ ആള്? ആൾക്ക് കഫക്കെട്ടുണ്ട്, ചുമ ഉണ്ട്. പനി കുറഞ്ഞു. മാറും. ഓക്കെ, ശരി. അപ്പോൾ കോവിഡ് രോഗം ബാധിക്കുന്നതും അതുപോലെ തന്നെ ന്യൂമോണിയ രോഗം ബാധിക്കുന്നതും അതുപോലെ ക്ഷയരോഗം ബാധിക്കുന്നതും എല്ലാം ഏതിനെയാണ്? ശ്വാസകോശത്തെയാണ്. കാരണം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങള് നിങ്ങൾക്ക് ചോദിക്കും. അത് സ്ഥിരമായി PSC ഒരു പാറ്റേണിൽ കണ്ടുവരുന്ന സാധനമാണ്. ആസ്പെറ്റോസിസ് ബാധിക്കുന്നതും, ആസ്പെറ്റോസ് കണികളിൽ ജോലി ചെയ്യുന്ന ആസ്പെറ്റോസിസ് രോഗം ബാധിക്കുന്നതും ഈ ശ്വാസകോശത്തെയാണ്. കേട്ടാ, ആസ്പെറ്റോസിസ് രോഗം ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത മ്യൂക്കർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായി വന്നതാണ്. ഏതാണ്ട് അത് ബ്ലാക്ക് ഫംഗസ് ആണ്. ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടാ, മ്യൂക്കർ മൈക്കോസിസ് എന്ന രോഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അതിപ്പോ നമ്മൾ മുകളിൽ പറഞ്ഞ ചോദ്യമാണ്. എംബസീമ ബാധിക്കുന്ന അവയവം ഏതാണ്ടാണ്? എംബസീമ രോഗം ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. ഓക്കെ, അടുത്ത് ഈച്ച പരത്തുന്ന രോഗം.
അപ്പോൾ ഇതില് ഈച്ച പടർത്തുന്ന രോഗം കോളറയാണ് അല്ലെ? കോളറയാണ്. ഈച്ച പടർത്തുന്ന രോഗം ഏതാണ്? കോളറയാണ് കേട്ടോ, കോളറ. ഓക്കെ. ഈ കോളറയെ ഈ കോളറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? കോളറ കേട്ടോ. വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. കോളറ ബാക്ടീരിയ ആണോ അതോ വൈറസ് ആണോ? അപ്പോൾ കോളറ ബാക്ടീരിയ കേട്ടോ, ബാക്ടീരിയ. കോളറ ബാക്ടീരിയ ആണ്, ബാക്ടീരിയൽ ഡിസീസ് ആണ് കോളറ കേട്ടോ, ബാക്ടീരിയൽ ഡിസീസ് ആണ് കോളറ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ, വിബ്രിയോ കോളറെ എന്ന് പറയുന്ന വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് നമുക്ക് എന്ത് രോഗം വരുന്നത്? എന്ത് രോഗം വരുന്ന കുട്ടികളെ? ഈ പറയുന്ന കോളറ രോഗം വരുന്നത്. അപ്പൊ വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഡിസീസ് ആണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ്, വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് ഈ രോഗം വരുന്നത്. കോളറ രോഗത്തിന് വാക്സിൻ കണ്ടെത്തിയതാണെന്ന് നിങ്ങൾക്ക് അറിയോ? കോളറ രോഗത്തിന് വാക്സിൻ കണ്ടെത്തിയതാണെന്നറിയോ? കോളറ രോഗത്തിന് വാക്സിൻ കണ്ടെത്തിയത് ആ വ്യക്തി ഈ 3 രോഗത്തിന് പ്രധാനപ്പെട്ട വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് റാബിസ് ആണ്, റാബിസ്. പേവിഷബാധ, 1 പേവിഷബാധ, 2 കോളറ, 3 ആന്ത്രാക്സ്. ഈ 3 രോഗങ്ങൾക്കും വാക്സിൻ കണ്ടെത്തിയത് ഒരാളാണ്, അത് ലൂയിസ് പാസ്റ്റർ ആണ്. മനസ്സിലായോ? ഓക്കെ. 3 രോഗങ്ങൾ, റാബിസ്, കോളറ, ആന്ത്രാക്സ്. റാബിസ്, കോളറ, ആന്ത്രാക്സ്. ഈ 3 രോഗങ്ങൾക്കും വാക്സിൻ കണ്ടെത്തിയതാണെന്ന് കേട്ട് കഴിഞ്ഞാല് നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആണ് കേട്ടോ. ഓക്കെ. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലിന്റെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അല്ലേ? പ്രമേഹം. ഓക്കെ, പ്രമേഹം. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. പ്രമേഹത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂത്രശങ്ക, എപ്പോഴും ഉണ്ടാകുന്ന മൂത്രശങ്ക ഒരു ലക്ഷണമാണ്. മൂത്രശങ്ക ലക്ഷണമാണ്. ദാഹം ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വിശപ്പ്, അതായത് എപ്പോഴുമുള്ള വിശപ്പ് ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ക്ഷീണം ഒരു ലക്ഷണമാണ്, ക്ഷീണം. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് വിഷൻ, അല്ലെങ്കിൽ എന്താണ് മങ്ങിയ കാഴ്ചയും എന്താണ് ഈ പറയുന്ന പ്രമേഹത്തിന്റെ അല്ലെങ്കിൽ ഡയബറ്റീസിന്റെ ഒരു ലക്ഷണമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഓർത്ത് വെച്ച് വേണം. മൂത്രശങ്ക ടൈപ്പ് 1 ടൈപ്പ് 2 മൂത്രശങ്ക, അതുപോലെ തന്നെ ദാഹം, വിശപ്പ്, ക്ഷീണം, അതുപോലെ തന്നെ എന്താണ് മങ്ങിയ കാഴ്ച. ഇതൊക്കെയാണ് എന്ത് പിള്ളേരെ ഈ പറയുന്ന ഈ പ്രമേഹ രോഗത്തിന്റെ ലക്ഷണങ്ങള്. ലോക പ്രമേഹ ദിനമൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ലോക പ്രമേഹ ദിനമൊക്കെ സിമ്പിൾ ചോദ്യമാണ്. നവംബർ 14 ലോക പ്രമേഹ ദിനം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രമേഹ രോഗത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് നീലവളയം. നീലവളയമാണ് പ്രമേഹ രോഗത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം. പ്രമേഹ രോഗത്തിന്റെ സയന്റിഫിക് നെയിം എന്താണ്? പ്രമേഹ രോഗത്തിന്റെ സയന്റിഫിക് നെയിമാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. എന്താണ് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നാണ് പ്രമേഹ രോഗത്തിന്റെ സയന്റിഫിക് നെയിം. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നാണ് കേട്ടോ. പ്രമേഹം വരുമ്പോൾ മെലിയും എന്ന് ഓർത്താൽ മതി. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നാണ് പ്രമേഹ രോഗത്തിന്റെ സയന്റിഫിക് നെയിം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻസുലിന്റെ കുറവ് മൂലം, ഇൻസുലിൻ ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേഹം പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ ഇൻസുലിന്റെ കുറവ് മൂലം നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉൽപ്പാദിക്കാതെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹമാണ് കുട്ടികളിൽ കാണപ്പെടുന്ന ടൈപ്പ് 1 പ്രമേഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയും. മനസ്സിലായോ? ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ഇൻസുലിൻ ഹോർമോണിനെ ആശ്രയിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നും പറയും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇൻസുലിന്റെ ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് ടൈപ്പ് 1 പ്രമേഹം. ഈ ടൈപ്പ് 1 പ്രമേഹം കൂടുതലായി ബാധിക്കുന്നത് കുട്ടികളെയാണ് ടൈപ്പ് 1 പ്രമേഹം കൂടുതലായി ബാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രോഗം ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു. ടൈപ്പ് 1 പ്രമേഹം ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഇൻസുലിൻ ആശ്രിത പ്രമേഹം ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ടൈപ്പ് 1 പ്രമേഹമാണ്. ഓക്കെ, ഇനി ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗം. മനസ്സിലായ? പ്രമേഹം ജീവിതശൈലി രോഗമാണെങ്കിൽ തന്നെ അതിൽ തന്നെ ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഓക്കെ,
പൊണ്ണത്തടിയുള്ള ആൾക്കാര്, പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കൊക്കെ വരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹമാണ്. ഇത് നമ്മുടെ ശരീരം ഇൻസുലിൻ ഹോർമോണിനെ ശരിയായി ഉപയോഗിക്കാതെ വരുമ്പോഴാണ്. മനസ്സിലായ? ലക്ഷ്യകോശങ്ങൾ എന്ന് പറയും. ലക്ഷ്യകോശങ്ങൾ ശരിയായ രീതിയിൽ ആ ഇൻസുലിൻ ഹോർമോണിനെ ലെഫ്റ്റ് ആവുന്നവർ പറഞ്ഞ് ലെഫ്റ്റ് ആവണം. കാരണം ഞാൻ ഈ എടുത്ത് ഗ്രൂപ്പിനടുത്ത് കളയും. മനസ്സിലായ? നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് രാത്രി ക്ലാസ്സിന് കയറാൻ പറ്റില്ലെങ്കിൽ കയറരുത്. കയറിയിട്ട് ഇറങ്ങിപ്പോണ പരിപാടി ഇഷ്ടമുള്ള കാര്യമാണ്. മനസ്സിലായ? ശരി. ആ പറഞ്ഞിട്ട് വെക്കോ. നിങ്ങൾ ഇപ്പൊ രാത്രിയാണ്, ഓക്കെ, രാത്രിയാണ്. എനിക്ക് തലയ്ക്കോളമൊന്നുമില്ല, അതിന് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ക്ലാസ് കിട്ടുന്നുണ്ട്. എന്നിട്ടും പഠിച്ച് പോട്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞു തരണത്. അപ്പൊ അഹങ്കാരം കാണിക്കണം. കൊള്ളാമല്ല, പറഞ്ഞിട്ട് പോ. ചന്തയല്ലേ ഇത് കേട്ടോ, തോന്നുമ്പോൾ കയറി വേണേ ഇറങ്ങി പോവാന്. ശരി. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ടൈപ്പ് 2 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊണ്ണത്തടി, ജീൻ തകരാറ് എന്നിവ കൊണ്ടുണ്ടാകുന്നതാണ്. ഈ രോഗത്തെയാണ് നമ്മൾ ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്. നമ്മുടെ ശരീരം കൃത്യമായി ഇൻസുലിൻ ഹോർമോൺ ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാവുന്നത്. മനസ്സിലായ? അതായത് നമ്മൾ നേരത്തെ ഉൽപാദന കുറവ് കൊണ്ടാണ് ടൈപ്പ് 1 ഉണ്ടാവുന്നത്. 2 ഉണ്ടാകുന്നത് ശരിയായി ഉപയോഗിക്കാതെ വരുമ്പോഴാണ്. പിന്നെ ഈ ലക്ഷ്യകോശങ്ങൾ നിങ്ങൾ കമന്റ് കാണുന്നുണ്ടല്ലോ. ലക്ഷ്യകോശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശങ്ങൾ, അതിനെ പറയുന്ന പേരാണ് എന്ത്? ലക്ഷ്യകോശങ്ങൾ. മനസ്സിലായ? ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശങ്ങളെയാണ് എന്ത് പറയുന്നത്? ഇൻസുലിൻ അല്ല, ഏതൊരു ഹോർമോണും പ്രവർത്തിക്കുന്ന കോശങ്ങളെയാണ് എന്ത് പറയുന്നത്? ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായ? ഓക്കെ. അപ്പൊ അതാണ് ടൈപ്പ് 1 ടൈപ്പ് 2ന്റെ വ്യത്യാസം. ഓക്കെ. ഈ മുതിർന്ന ആൾക്കാരിൽ പ്രായമുള്ള ആൾക്കാരിൽ വരുന്ന പ്രമേഹമാണ് ഏത്? ടൈപ്പ് 2 പ്രമേഹം. ഓക്കെ. ശരി. അപ്പൊ ഇത്ര മനസ്സിലായടാ? മനസ്സിലായി. ഓക്കെ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതി. ഓക്കെ. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാകുന്ന പദ്ധതിയാണ് ഏത്? താലോലം പദ്ധതി അല്ലേ? താലോലം പദ്ധതിയാണ്. ഓക്കെ. താലോലം പദ്ധതി മാത്രമല്ല, നിങ്ങൾ പഠിച്ചു വെച്ചോണേ, ആരോഗ്യ കിരണം പദ്ധതിക്കും 18 വയസ്സിന് താഴെയാണ്. ആരോഗ്യ കിരണം പദ്ധതിയും 18 വയസ്സിന് താഴെയാണ് അല്ലേ? ആരോഗ്യ കിരണം പദ്ധതിയും 18 വയസ്സിന് താഴെയാണ്. ഓക്കെ. 18 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. താലോലം പദ്ധതി 18 വയസ്സിന് താഴെയാണ്. ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയാണ്. ഓക്കെ. മനസ്സിലായ? അതുപോലെ തന്നെ നമ്മുടെ പോക്സോ നിയമത്തിൽ പറയുന്ന കുട്ടി 18 വയസ്സിന് താഴെയാണ്. പോക്സോ നിയമത്തിന് പറയുന്ന കുട്ടി 18 വയസ്സിന് താഴെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം, അതിലെ കുട്ടിയും 18 വയസ്സിന് താഴെയാണ്. ഓക്കെ. വോട്ട് ചെയ്യാനുള്ള പ്രായം ചോദിച്ചാൽ 18ന് മുകളിലാണ് കേട്ടോ. വോട്ട് ചെയ്യാനുള്ള പ്രായം ചോദിച്ചാൽ 18ന് മുകളിലാണ്. ഓക്കെ. ഇത്രയും 18 നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. അതായത് താലോലം പദ്ധതിയുടെ 18 വയസ്സ്, ആരോഗ്യ കിരണം പദ്ധതിയുടെ 18 വയസ്സ്, പോക്സോ കേസിലെ 18 വയസ്സ്, അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ 18 വയസ്സ്. ഈ 18 വയസ്സുകളും നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഓക്കെ. അതുകൊണ്ട് ഓർത്ത് വെച്ചോളാം കേട്ടോ. എല്ലാം കിട്ടിയല്ലോ? എല്ലാം മനസ്സിലായല്ലോ പറഞ്ഞത്? മനസ്സിലായ? ബാലവേലയാണെങ്കിൽ 14 വയസ്സ്. ഓക്കെ. ഞാൻ കുറച്ച് ബിയർ കുടിക്കട്ടെ. ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ കണ്ട കമന്റ് ആണ്, ഞാൻ ഭയങ്കര ബിയർ കുടിയാണ്. അയ്യോ എന്തൊരു പാടാ. ക്ലിയറാണല്ലോ? ഇതിൽ ഈ ബാക്കിയുള്ള പദ്ധതി, ആർദ്രം പദ്ധതി നിങ്ങൾക്ക് അറിയാം. ആർദ്രം പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാല് നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ്. നമ്മളെ ആശുപത്രികളെയൊക്കെ രോഗി സൗഹൃദമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി അല്ലേ? ആശുപത്രികളെയൊക്കെ രോഗി സൗഹൃദമാക്കാനുള്ള പദ്ധതിയാണ് ഏത്? ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ. ആർദ്രം പദ്ധതി അത് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. സ്നേഹപൂർവവും നമുക്ക് സ്ഥിരം ചോദ്യമാണ്. സ്നേഹപൂർവം എന്താണ്? മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാത്ത കുട്ടികൾ, അതായത് മരണപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ അനാരോഗ്യം കാരണമോ മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാത്ത കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്നുള്ള പദ്ധതി അല്ലേ? മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാത്ത കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവ്വം. അപ്പൊ നിങ്ങൾ ഇന്ന് ഓർത്താൽ മതി, മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാത്ത കുട്ടികളെ നമ്മൾ സ്നേഹപൂർവ്വം അടുത്ത് നിർത്തണം എന്ന് ഓർത്താൽ മതി കേട്ടോ. സ്നേഹപൂർവ്വം. അപ്പൊ അതാണ് സ്നേഹപൂർവ്വം പദ്ധതി. ഓക്കെ. വയോമിത്രവും നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. വയോമിത്രം. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഇപ്പൊ വയോമിത്രം ചോദിച്ചായിരുന്നു പിള്ളേരെ.
നമ്മുടെ നഗരസഭകൾ അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ, നഗരസഭകളിലും കോർപ്പറേഷനുകളിലും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത് വയോമിത്രം എന്ന് പറയുന്നത്. മനസ്സിലായ? നഗരസഭകളിലും കോർപ്പറേഷനുകളിലും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഏത്? വയോമിത്രം. ഏതാണ്? വയോമിത്രം. ഓക്കെ അല്ലടാ? ഓക്കെ, ശരി. അപ്പം എല്ലാം കിട്ടിയല്ലേ? ഏതെങ്കിലും പദ്ധതി ഒന്നുകൂടെ പറയണോ? ഈ പറഞ്ഞില്ല ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. ആകെയും പറയണേ പറ. വേണ്ട. ഓക്കെ. മന്ത് പരത്തുന്ന ജീവി. മന്ത് പരത്തുന്ന ജീവി ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് വളരെ കൊതുകാണ് മന്ത് പരത്തുന്നത് അല്ലേ? കൊതുകാണ് മന്ത് പരത്തുന്ന ജീവി കൊതുകാണ്. കൊതുകിൽ തന്നെ ഏത് കൊതുക് കേട്ട് കഴിഞ്ഞാല് ക്യൂലക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. ക്യൂലക്സ് പെൺകൊതുകുകളാണ്. അത് ശ്രദ്ധിക്കണം. ക്യൂലക്സ് ആണല്ല, പെൺകൊതുകുകൾ കേട്ടാ. ആൺകൊതുകുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആൺകൊതുകുകള് പഴച്ചാറ് കേട്ടാ, സസ്യങ്ങളുടെ ഇലയിൽ നിന്നുള്ള ചാറ്, അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ച് മുന്നോട്ട് പോകുന്ന ജീവികളാണ് ഏത്? ആൺകൊതുകുകൾ. മനസ്സിലായില്ലേ? ഓക്കെ. പെൺകൊതുകുകളാണ് ഈ ചോര കുടിക്കുന്നത്. മനസ്സിലായി? ചോര കുടിക്കുന്നത്. ഇതുപോലത്തെ മന്ത് പോലത്തെ കൂടിയ രോഗങ്ങൾ പരത്തുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ മരിക്കാൻ കാണാവുന്ന ജീവിയാണ് പെൺകൊതുകുകൾ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലായിക്കോണം. ഓക്കെ, അപ്പൊ ക്യൂലസ് പെൺകൊതുകുകളാണ് ഏത് പരത്തുന്ന പിള്ളേരെ? ഈ പറയുന്ന മന്ത് രോഗം പരത്തുന്നത്. ഓക്കെ. ഡ്രാക്കുളെ നമ്മൾ ഈ ചോര കുടിക്കുന്ന ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഡ്രാക്കുള മാത്രമാണ് ചോര കുടിക്കുന്നത്. ഓക്കെ. നിങ്ങളിപ്പോ കൊതുകായാലും അല്ലാത്തവരായാലും ചോര കുടിക്കില്ലയോ? എന്തിനാണ്? നാരികളാ? നാരികൾ എന്തോ വായിക്കാൻ പറ്റിയില്ല. നാനാവിപത്തിന്റെ വേരുകൾ നേർന്നതാ സർ. ആയിക്കോട്ടെ. ശരി, ഞാൻ കൊതുകിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫാക്ട് ആണ് പറഞ്ഞത്. ഫാക്ട്. ഓക്കെ. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. കുറഞ്ഞെന്നാണ് വേണ്ടത് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് ഏത് പിള്ളേരെ? എയ്ഡ്സ് രോഗം അല്ലെ? എയ്ഡ്സ് രോഗം. നമുക്കറിയാം എയ്ഡ്സ് രോഗത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത്. ഓക്കെ. ആ രോഗപ്രതിരോധ ശേഷി ബാധിച്ചിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യും? ക്രമേണ കുറഞ്ഞു തുടങ്ങുകയും നമുക്ക് എന്ത് ചെയ്യും? മറ്റു രോഗാണുക്കൾക്ക് ഇത് എളുപ്പത്തിലും നമ്മുടെ ശരീരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും പറ്റും. അപ്പൊ ആ രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. നമുക്കിപ്പോ WBC, അതായത് നമ്മുടെ രക്തത്തിലെ ശ്വേതരക്താണുക്കളെയാണ് ഈ സാധനം ബാധിക്കുന്നത്. മനസ്സിലായോ? രക്തത്തിലെ ശ്വേതരക്താണുക്കളെയാണ് എയ്ഡ്സ് രോഗം ബാധിക്കുന്നത്. ശ്വേതരക്താണുക്കളിൽ ഏതിനെന്ന് കേട്ട് കഴിഞ്ഞാല് പ്രധാനമായും ലിംബോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. ഏതാണ് പിള്ളേരെ? ലിംബോസൈറ്റിനെയാണ് ബാധിക്കുന്നത് കേട്ടാ. ശ്വേതരക്താണുക്കളിൽ ഏതിനെ ബാധിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ലിംബോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ. ക്യാൻസർ നിങ്ങൾക്കറിയാം. ക്യാൻസർ എന്താണ്ടാ? കോശങ്ങള് ക്രമാതീതമായി പെരുകുന്ന രോഗമാണ് ഏത്? ക്യാൻസർ അല്ലെ? കോശങ്ങള് ക്രമാതീതമായി പെരുകുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസർ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ലോക ക്യാൻസർ ദിനം ആർക്ക് പറയാം? പെട്ടെന്ന് കമന്റ് ചെയ്യാം. ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ഓക്കെ. അടുത്ത ചോദ്യം ആര് പറയാൻ നോക്കട്ടെ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളുടെ പേര്. ഓങ്കോജീൻ എന്നാണ് ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളുടെ പേര്. കാരണം ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി അല്ലേ? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാണ്? ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തെ എന്ത് ബാധിക്കത്തില്ല പിള്ളേരെ? ക്യാൻസർ രോഗം ബാധിക്കത്തില്ല. ഓക്കെ, ഹൃദയത്തെ ക്യാൻസർ രോഗം ബാധിക്കത്തില്ല. ഓക്കെ, ശരി.
കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് അല്ലേ? മെഡിസെപ്പ്. ഓക്കെ, മെഡിസെപ്പ് ആണ്. മെഡിസെപ്പ് മെഡിസെപ്പ് നമ്മൾ പഠിച്ചു. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് മെഡിസെപ്പിന്റെ പൂർണ്ണരൂപം. ഓക്കെ, നിങ്ങളൊക്കെ ജോലിക്ക് കയറി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മെഡിസെപ്പ് മാസം 500 രൂപ നിങ്ങൾ ഇന്ന് പിടിക്കുകയും കേട്ടാ, എന്നിട്ട് നിങ്ങൾ ഇതും കൊണ്ട് ഏതെങ്കിലും ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ പല്ലിളിച്ച് കാണിച്ച് ഇറങ്ങി പോകാൻ പറയുകയും ചെയ്യും. ആ ഒരു പദ്ധതിയാണ് മെഡിസെപ്പ് കേട്ടാ. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. മെഡിസെപ്പ് ആരംഭിച്ച ഡേറ്റും കൂടെ ഓർത്ത് വെച്ചോണേ, അത് ചോദിക്കാറുണ്ട്. 2023 2022 ജൂലൈ 1. 2022 ജൂലൈ 1. 2022 ജൂലൈ 1 മെഡിസെപ്പ് ആരംഭിച്ചത്. 2022 ജൂലൈ 1 മെഡിസെപ്പ് പദ്ധതി എന്ത് ചെയ്തത്? ആരംഭിച്ചത് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, പിള്ളേരെ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ദിശ ആണ്. ദിശ പദ്ധതി അല്ല, ദിശയാണ്. ദിശ. ഓക്കെ, എനിക്ക് തോന്നുന്നു ദിശ ഇപ്പോഴും നമുക്ക് ചോദിച്ചു. ദിശയുടെ എത്രയാ? 1056 ദിശയുടെ ടോൾ ഫ്രീ നമ്പർ അല്ലേ? ദിശയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1056. അത് എപ്പോഴും ചോദിക്കാൻ സാധനമാണ് കേട്ടാ. ഓക്കെ, ദിശയുടെ അത്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ്? അത് സ്നേഹ സാന്ത്വനം പദ്ധതിയാണ് കേട്ടോ. സ്നേഹ സാന്ത്വനം പദ്ധതി. ഓപ്ഷൻ സി സ്നേഹ സാന്ത്വന പദ്ധതിയാണ്. ഓക്കെ, അതായത് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതം ബാധിച്ച ആൾക്കാർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി എന്നിട്ട് സ്നേഹ സാന്ത്വനം പദ്ധതിയാണ്. എടാ, അപ്പൊ ഉഷസ് എന്ന് പറഞ്ഞേടാ. ഉഷസ് എന്ന് പറഞ്ഞേ. ഉഷസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നഗരങ്ങളിലെ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കുള്ള എന്താണ് പരിരക്ഷാ പദ്ധതി. അത് ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ഏത്? ഈ പറയുന്ന ഉഷസ് എന്ന് പറയുന്നത്. നഗരങ്ങളിലെ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ഏത്? ഉഷസ്. ഓക്കെ, അടുത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതേ ഒരു സെക്കൻഡ് എടാ. ഈ ക്വസ്റ്റ്യനില് നിങ്ങൾ ഇത് വന്നില്ല, ഞാൻ പറഞ്ഞു നമ്പർ ഇട്ടുതരാം. 1 2 3 എന്തോ ഇങ്ങനെ 3 4. ഓക്കെ, ഇനി നോക്കിക്കോയെ. ABCD മാറ്റിയിട്ട് നമ്പർ ഇട്ടിട്ട് ഒന്ന് നോക്കാനേ. അന്നപൂർണയെ പറ്റിയുള്ളതാണ്. അന്നപൂർണ. അപ്പോൾ അന്നപൂർണ നിങ്ങൾക്ക് അറിയാം. അന്നപൂർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് നോക്കി, സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. ശരിയോ തെറ്റോ? ശരിയാണ്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നു. അതും ശരിയാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. അപ്പോൾ അത് തെറ്റാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം അത് തെറ്റാണ്. പക്ഷെ നിങ്ങൾ അവിടെ വേറൊരു പദ്ധതി പഠിച്ചോണേ. ആ പദ്ധതി ഏതാ? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പരിശീലനം അല്ലെങ്കിൽ സ്വയം തൊഴിൽ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷെഹാരി റോസ്ഗർ യോജന. സ്വർണ്ണ ജയന്തി ഷെഹാരി റോസ്ഗർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹനം അല്ലെങ്കിൽ സ്വയം തൊഴിൽ പരിശീലനം ലഭിക്കുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷെഹാരി റോസ്ഗർ യോജന. സ്വർണ്ണ ജയന്തി ഷെഹാരി റോസ്ഗർ യോജന. ഓക്കെ, അത് അവിടെയാണ്. അടുത്ത് നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നത് അന്നപൂർണ പദ്ധതിയെ കുറിച്ചുള്ള പോയിന്റ് അല്ല, അത് ICDS കുറിച്ചുള്ളതാണ് അല്ലെ? ICDS. ഓക്കെ, ICDS അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെങ്കിൽ സംയോജിത ശിശു വികസന പരിപാടി അല്ലേ? ഓക്കെ, 1975 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പദ്ധതി അല്ലേ? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പദ്ധതി അംഗനവാടികൾ വഴി നടപ്പിലാക്കുന്നു. ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക്, അതുപോലെ തന്നെ എത്ര വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക്? 6 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക്. ഓക്കെ, ഗർഭിണികൾക്ക് കിട്ടും, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് കിട്ടും, അതുപോലെ 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും
എന്താണ് അംഗനവാടികൾ വഴി പോഷകാഹാരം അല്ലെങ്കിൽ അമൃതം പൊടി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഏത്? ICDS അല്ലേ? അമൃതം പൊടിയാണ് വിതരണം ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ അമൃതം പൊടി വായിച്ചിട്ട് വെറൈറ്റി പുട്ട് അങ്ങനത്തെ സാധനങ്ങൾ അതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിക്കും അല്ലേ? ഓക്കെ, കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? കൊള്ളാം. ഹൽവ പിന്നെ നമ്മുടെ നാട് എന്നാ മാത്രം സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം തരും, സർക്കാരിനെ പറ്റിച്ച് അതിനെ മറച്ചടിക്കുക. ഉണ്ണിയപ്പോ ഓക്കെ, എന്തെങ്കിലും മതി പുഡിങ്. അപ്പൊ പിള്ളേർ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഒരു ബേക്കറി തുടങ്ങുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവന ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ഓക്കെ, ആവശ്യമുള്ള എത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. സബ്സിഡി കുറയ്ക്കുക. ഓക്കെ, ഇതിലെ ഒന്നാമത്തെ പോയിന്റ് ശരി. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ള എത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുന്നു. അതും ശരി. അടുത്ത്, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. അതും ശരി. സബ്സിഡികൾ കുറയ്ക്കുക എന്നാണ് തെറ്റാണ്. അപ്പം ഓപ്ഷൻ സി ആണ് 1, 2, 3 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, പിള്ളേരെ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം ഏത് വർഷമാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഏത് വർഷമാണ്? 2013 ചോദിക്കേ. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീസെന്റ് ആയിട്ട് വന്നൊരു ചോദ്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു തരികയാണ്. FSSAI പൂർണ്ണരൂപം ചോദിച്ചു. FSSAIയുടെ പൂർണ്ണരൂപം പിള്ളേരെ FSSAIയുടെ പൂർണ്ണരൂപം എന്ന് വെച്ച് കഴിഞ്ഞാല് കേട്ടാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടാ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് FSSAIയുടെ പൂർണ്ണരൂപം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് FSSAIയുടെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ടെണ്ണം ഓർത്ത് വെച്ചോണം. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. FSSAIയുടെ പൂർണ്ണരൂപം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടാ. ഓക്കെ, എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി. എലിപ്പനി കാരണമാകുന്ന ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ പറ? എലിപ്പനി കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? പിള്ളേരെ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറ എന്നുള്ള ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. നമുക്കറിയാം ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി അല്ലേ? ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? എലിപ്പനി. അപ്പൊ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഒരു സൂണോട്ടിക് ഡിസീസ് ആണോ? എലിപ്പനി ഒരു സൂണോട്ടിക് ഡിസീസ് ആണോ? യെസ്, എലിപ്പനി ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. പിള്ളേരെ സൂണോട്ടിക് ഡിസീസ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാല് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. എലിപ്പനി എന്ന് പറയുന്നത് ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. ഓക്കെ, എലിപ്പനിയുടെ പ്രധാനപ്പെട്ട വിശേഷണമാണ് വീൽസ് ഡിസീസ്. എന്താണ് പിള്ളേരെ? വീൽസ് WEILS വീൽസ് ഡിസീസ് കേട്ടാ. വീൽസ് ഡിസീസ്. അപ്പൊ വീൽസ് ഡിസീസ് WEILS ആണ്. വീൽസ് ഡിസീസ്, അതുപോലെ തന്നെ ഫാർമേഴ്സ് ഡിസീസ്, ഇതൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? എലിപ്പനിയാണ് കേട്ടാ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. ഓപ്ഷൻ എ മൃതസഞ്ജീവനി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൃതസഞ്ജീവനിയാണ് അല്ലേ? ഓക്കെ, ആയുർദളം ഞാൻ നേരത്തെ പറഞ്ഞേ. ആയുർദളം എന്താ? ആയുർദളം ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡർ. എന്താണ് ആയുർദളം? യെസ്, ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. ഇപ്പൊ തിയേറ്ററിലൊക്കെ പോകുമ്പോഴേ ഒരു ഇന്റർവെൽ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന പരസ്യം ഇടാറുണ്ട്. ആയുർദളത്തിന്റെ പരസ്യം ഇടാറുണ്ട് കേട്ടോ. തിയേറ്ററിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഓക്കെ, ശ്രുതി തരംഗം അറിയാം അല്ലെ? ശ്രുതി തരംഗം 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക്, കേൾവി പ്രശ്നമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന 5 വയസ്സിന് താഴെ പ്രായമുള്ള
കേൾവി പ്രശ്നമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതിയാണ് ഏത്? ശ്രുതിതരംഗം. ഓക്കെ. അടുത്തത് വായുവിലൂടെ പകരുന്ന ഒരു രോഗം. ഈ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗമാണ് ജലദോഷം. ഏതാണുള്ളത്? ജലദോഷം വായുവിലൂടെ പകരുന്നത്. കോളറ നമുക്കറിയാം. കോളറ നമ്മൾ നേരത്തെ പറഞ്ഞു. മലിനജലം അതുപോലെ ഈച്ചയിലൂടെ ഒക്കെ എന്ത് ചെയ്യും പിള്ളേരെ? ഓക്കെ, ഈ പറയുന്ന ഇത് പകരും. അതുപോലെ തന്നെ എലിപ്പനി ഡെങ്കിപ്പനിയൊക്കെ എന്താണ്? കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് അല്ലെ? ഡെങ്കിപ്പനി ഇതാണ്, കൊതുകാണ്. എലിപ്പനി വെള്ളമാണ് അല്ലെ? എലിപ്പനി വെള്ളമാണ്. ഓക്കെ, ഡെങ്കിപ്പനി കൊതുകാണ്. ഓക്കെ, അതുപോലെ തന്നെ എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിലൂടെ പകരുന്നതാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ജലദോഷത്തിന്റെ സയന്റിഫിക് നെയിമാണ് നാസോഫാരിഞ്ചൈറ്റിസ്. എന്താണ്? നാസോഫാരിഞ്ചൈറ്റിസ് എന്നാണ് ആ രോഗത്തിന്റെ സയന്റിഫിക് നെയിം. റൈനോ വൈറസ്. റൈനോ വൈറസ് ആണ് എലിപ്പനിക്ക് കാരണമാകുന്ന വൈറസ്. റൈനോ വൈറസ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? ജലദോഷം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ജലദോഷം. പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. ഓക്കെ, ചികിത്സ ഇല്ലാത്ത രോഗമാണ്. അതിങ്ങനെ വന്നു പോയി നിൽക്കും നമുക്ക്. ഓക്കെ, നമ്മൾ വലിയ വില കൊടുക്കാത്ത രോഗമാണല്ലോ ജലദോഷം. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് കളയും ജലദോഷം. എനിക്ക് നല്ല അലർജി പ്രശ്നമുള്ളതാണ്. പക്ഷേ വലിയ കുഴപ്പമില്ല. ചില രോഗങ്ങളെയും അവയുടെ രോഗകാരികളെയും ചുവടെ ജോഡികളായി നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായ ജോഡികൾ ഏവ എന്ന് കണ്ടെത്തുക. ഒന്ന് കണ്ടെത്തിയേ. പിള്ളേരെ ഓക്കെ. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഇപ്പൊ നമ്മൾ മോളോട് പറഞ്ഞു എലിപ്പനി ലെപ്റ്റോസ്പൈറ ശരിയാണ്. മലേറിയ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. പ്ലേഗ് വൈറസ് ആണോ? പ്ലേഗ് വൈറസ് അല്ല. പ്ലേഗ് ബാക്ടീരിയയാണ്. ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേര് നിങ്ങൾക്ക് അറിയാം. എർസീനിയ പെസ്റ്റിസ്. എർസീനിയ പെസ്റ്റിസ് എന്നാണ് ബാക്ടീരിയയുടെ പേര്. എർസീനിയ പെസ്റ്റിസ് എന്ന പേരുള്ള ബാക്ടീരിയ പടർത്തുന്ന രോഗമാണ് പ്ലേഗ്. പ്ലേഗിനൊരു വിശേഷണമുണ്ട്, അറിയോ? പ്ലേഗിനൊരു വിശേഷണം ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? പ്ലേഗ് അല്ലേ? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ ഒരു സ്മാരകം നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്. ചാർമിനാർ. ഓക്കെ, ഓക്കെ, പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ സ്മാരകമാണ് ചാർമിനാർ. ഡെങ്കിപ്പനി വൈറസ് ആണാടേ? ഡെങ്കിപ്പനി വൈറസ് ആണ്. യെസ്, ഡെങ്കിപ്പനി വൈറസ് ആണ്. ഓക്കെ, ടിക്കിടാം. അതായത് 1, 2, 4 ശരി. ഓപ്ഷൻ എ. 1, 2, 4 ശരി. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം കണ്ടുപിടി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. ക്ഷയം. അറിഞ്ഞൂടാ, നേരെയൊക്കെ വായിച്ച് ചെയ്യട്ടെ. നീയൊക്കെ എന്തുവാ വിളിച്ച് പറയുന്നതെന്നറിയോ? നാളെ വിളിങ്ങെടുത്താൽ ഇതില് ആന്ത്രാക്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ബാക്ടീരിയ ആണെന്ന് ഇത്രയും അറിഞ്ഞൂടല്ലേ? ആന്ത്രാക്സ് ബാക്ടീരിയ ആണെന്നുള്ള കാര്യം ഈ തെറ്റൊക്കെ വിളിച്ച് പറയുന്നേ. കുളമ്പ് രോഗം വൈറസ് കറക്റ്റ് ആണ്. ആന്ത്രാക്സ് ബാക്ടീരിയ കറക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൂസല്ലോസിസും അകിട് വീക്കവും കേട്ടോ, അത് രണ്ടുമാണ് ഡൗട്ട് ഉള്ളത്. ഈ 4 രോഗങ്ങളും കന്നുകാലികളെ ബാധിക്കുന്ന രോഗങ്ങളാണ് കേട്ടോ. കുളമ്പ് രോഗം, അതുപോലെ തന്നെ അകിട് വീക്കം, അതുപോലെ തന്നെ ബ്രൂസല്ലോസിസ്, ആന്ത്രാക്സ്. ഇതിൽ തെറ്റായിട്ടുള്ളത് അകിട് വീക്കമാണ്. ആൻസറും അകിട് വീക്കമാണ് കേട്ടോ. അകിട് വീക്കത്തിന് കാരണം വൈറസ് അല്ല. ഏതിനാണ്ട? അത് ബാക്ടീരിയയും ഫംഗസുമാണ്. മനസ്സിലായില്ലേ? ഇത് ബാക്ടീരിയയും ഫംഗസുമാണ് കേട്ടോ. അകിട് വീക്കത്തിന് കാരണം ബാക്ടീരിയയും ഫംഗസും കാരണമാണ്. എന്തിന് കാരണമാണ്?
ഈ അകിട് വീക്കത്തിന് കാരണമാണ് കേട്ടോ. ബാക്ടീരിയ ഫംഗസിനും ഇതിന് കാരണമാണ്, അകിട് വീക്കത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, കുളമ്പ് രോഗം വൈറസ് ആണ് കേട്ടോ. കുളമ്പ് രോഗം വൈറസ് ആണ്. ഓക്കെ, കുളമ്പ് രോഗം വൈറസ് ആണ്. ഓക്കെ, അതൊക്കെ ഓർക്കാൻ എളുപ്പമാണ്. ഈ വൈറൽ ആകാൻ വേണ്ടിയിട്ട് കുളമ്പ് പോലത്തെ ഹീൽസ് ഒക്കെ ഇട്ടുകൊണ്ട് ചില ആൾക്കാർ നടക്കാറില്ലേടെ. വൈറൽ ആകാൻ വേണ്ടിയിട്ട് കുളമ്പ് പോലത്തെ ഹീൽസ് ഇട്ടുകൊണ്ട് നടക്കാൻ നിർത്താതെ കിട്ടും. ഓക്കെ, അതുപോലെ ആക്രാന്തത്തോടെ വാ തുറന്നു എന്ന് ഓർത്താലും മതി, ആന്ത്രാക്സ് കിട്ടും. ആക്രാന്തത്തോടെ വാ തുറന്നു, നമുക്ക് എന്തെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ഇഷ്ടമുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കേട്ടാ. അപ്പൊ ഈ രണ്ടും കണക്ട് വെച്ചിരുന്നാ കിട്ടും കേട്ടാ. ഓക്കെ, വയറിലാകാൻ വേണ്ടിയിട്ട് കുളമ്പ് പോലത്തെ ഹീലെന്ന് നടത്താൽ മതി. ആക്രാന്തത്തോടെ വാ, ഇതൊക്കെ എന്റെ കണക്ഷനാണ്, എനിക്ക് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടിച്ചെടുക്കുക. ഓക്കെ, അന്തരീക്ഷ വായുടെ പകരാത്ത രോഗം, നിങ്ങളുടെ യുക്തി എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. അന്തരീക്ഷ വായിലൂടെ പകരാത്ത രോഗം, ഒരാള് പോലും പറയുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ. ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലെല്ലാവർക്കും ഇപ്പൊ തക്കന പ്ലേറ്റ് മാറി. ക്ഷയം അന്തരീക്ഷ വായു, ഡിഫ്തീരിയ അന്തരീക്ഷ വായു, ചിക്കൻ ബോക്സ് അന്തരീക്ഷ വായു, കുഷ്ഠത്തിന്റെ കാര്യത്തില് നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നു അല്ലേ? ആർക്കും വന്നില്ല കൺഫ്യൂഷൻ? ഓക്കെ, കുഷ്ഠം ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ. ചോദ്യം ഇങ്ങനെയാണ്, ചോദ്യം അന്തരീക്ഷ വായുടെ പകരാത്ത രോഗം എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? നമുക്ക് ഇങ്ങനെ ചോദിക്കും, താഴെ പറയുന്നതിൽ ഏതാണ് സമ്പർക്കത്തിലൂടെ പകരുന്നത്? മനസ്സിലായോ? സമ്പർക്കത്തിലൂടെ പകരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ കുഷ്ഠം ആൻസർ പറയാം. അത് മാത്രമല്ല, ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് കാണാറുണ്ട്. ആ ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കുഷ്ഠരോഗം വായുവിലൂടെയും പകരുന്നു. മനസ്സിലായി? അതായത് ഈ 4 രോഗങ്ങളും വായിലൂടെ പകരുന്നതാണ്. ഓക്കെ, PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു, അതുകൊണ്ട് മനസ്സിലായ? ഓക്കെ, ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 4 രോഗങ്ങളും വായിലൂടെ പകരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കുഷ്ഠരോഗം സമ്പർക്കത്തിലൂടെ മാത്രമല്ല വായിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, പകരുന്നുണ്ട്. കുഷ്ഠരോഗ നിവാരണ പദ്ധതിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുഷ്ഠരോഗ നിവാരണ പദ്ധതി എന്തുവാ? അശ്വമേധം എന്നാണ് കുഷ്ഠരോഗ നിവാരണ പദ്ധതി അല്ലേ? അശ്വമേധം എന്നാണ് കുഷ്ഠരോഗ നിവാരണ പദ്ധതിയുടെ പേര്. ഓക്കെ, ശരി. അതുപോലെ എൽസയും പറയുന്നുണ്ട്. എൽസ, എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. അത് രണ്ടും കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. അശ്വമേധവും എൽസയും കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത് പെട്ടെന്ന് പറഞ്ഞേ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ. ആൻസർ വയോമധുരം പദ്ധതി. വയോമധുരം പദ്ധതിയാണ്. സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. വയോ അമൃതം പദ്ധതി എന്താണെന്ന് അറിയാവൂടാ? വയോ അമൃതം പദ്ധതി എന്ന് പറഞ്ഞാൽ, വയോ അമൃതം പദ്ധതി നിങ്ങൾ പഠിച്ചോണേ. വയോ അമൃതം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക്, മനസ്സിലായ? സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് അവിടുത്തെ ആൾക്കാർക്ക് പരിചരണം നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. മനസ്സിലായ? സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് പരിചരണം നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. മന്ദഹാസം പദ്ധതി എന്ന് പറഞ്ഞേ. മന്ദഹാസം പദ്ധതി പിള്ളേരെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ബിലോ പോവർട്ടി ലൈൻ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് വെപ്പ് പല്ല് നൽകുന്ന പദ്ധതി അല്ലേ? കൃത്രിമ ദന്തം നൽകുന്ന പദ്ധതിയാണ് ഏത്? മന്ദഹാസം. ഓക്കെ, മന്ദഹാസം. പുന്നകൈ എന്ന് പറഞ്ഞ പേരിൽ തമിഴ്നാട്ടിൽ ഈ പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്? അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ? പുന്നകൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് അവിടെ കൊണ്ട് പുന്നകൈ എന്നാക്കി. വയോമിത്ര നേരത്തെ പറഞ്ഞു തന്നു, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അത് തന്നെയാണ്. ഓക്കെ, ഇതൊരു കണ്ടവ ചോദ്യമാണ്. അറിയാമെങ്കിൽ പിടിച്ചോ, പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പഴയ ക്വസ്റ്റ്യൻ തന്നെ.
കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ് ഏതാണ് ചോദ്യം. ഓക്കെ, അതിന്റെ ആൻസർ ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ് എന്നാണ്. ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ് എന്നാണ്. ഓക്കെ, ഇനി അത് ചോദിക്കാൻ ചാൻസ് കുറവാ. മലമ്പനിക്ക് കാരണമായ രോഗമാണ്, പെട്ടെന്ന് പറയാം. മലമ്പനി കാരണമായ രോഗമാണ് പ്രോട്ടോസോവയാണ്. മലമ്പനി കാരണമായ രോഗമാണ് പ്രോട്ടോസോവയാണ്. അത് മാത്രമല്ല, മലമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഏതിനെ ബാധിക്കുന്നേ? ആ മലമ്പനി നമ്മുടെ പ്ലീഹയെ ബാധിക്കുന്ന രോഗമാണ് കേട്ടോ. പ്ലീഹ നമ്മുടെ സ്പ്ലീൻ, പ്ലീഹ അല്ലെങ്കിൽ ലിംബ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. ഓക്കെ, മലമ്പനിയെ നമ്മൾ ചതുപ്പ് രോഗം അല്ലെങ്കിൽ മാർഷ് ഡിസീസ് എന്നും ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും അറിയപ്പെടും. ചതുപ്പ് രോഗം അല്ലെങ്കിൽ മാർഷ് ഡിസീസ് എന്നും ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും അറിയപ്പെടും. ഓക്കെ അല്ലേ? ലാസ്റ്റ് ചോദ്യം, മാരകമായ അസുഖങ്ങള് കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള പ്രായമായ കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? താലോലമാണ് അല്ലെ? താലോലമാണ് ആൻസർ. താലോലം. ഓക്കെ, അതുപോലെ മലമ്പനി നിങ്ങൾ കുറച്ച് നമുക്ക് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം പഠിക്കാണ്ട്. പിന്നീട് നിങ്ങൾക്ക് ലിംസിൽ അത്രയും ചോദിക്കത്തില്ല. ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം. ഏറ്റവും മാരകമായ മലമ്പനി എന്ന് ഓർത്ത് വെച്ചോണം. ഏറ്റവും മാരകമായ മലമ്പനി എന്ന് പറയുന്നത് ഏതാണ്? ഫാൽസിപാരം മലമ്പനിയാണ് കേട്ടോ. ഫാൽസിപാരം മലമ്പനിയാണ് ഏറ്റവും മാരകമായ മലമ്പനി. ബാക്കിയൊക്കെ നമുക്ക് ആ ക്ലാസ്സിന്റെ നിങ്ങളുടെ എക്സാം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 25 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ക്യാൻസൽ ആണ്. ഓക്കെ, അപ്പൊ 24-നാണ് മാർക്ക് വരുന്നത്. ഓക്കെ, 24 ആക്കിലുണ്ടാണേ. ഉണ്ട്. പ്രിയ, രേഷ്മ, ശിവപ്രിയ, രജില, അനലക്ഷ്മി. പോരട്ടെ, അത്രയുള്ളോ? ഓക്കെ, ശരി. ഞാൻ വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. ഞാൻ അതുകൊണ്ട് ഒരു 24-ൽ ഒരു 8 കുറച്ചിട്ട് 16 കട്ട് ഓഫ് വിളിക്കുകയാണ്. ഓക്കെ, 16 മുകളിൽ മാർക്കുള്ള എല്ലാവരും മാർക്ക് ഇട്ടിട്ട് ഓടിപ്പോക്കോ. ഓക്കെ, നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സുഖരാത്രി. എന്താ പോക്കോ, ബൈ. എന്നാലും ഞാൻ ബിയർ അടിക്കുന്നതൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അറിഞ്ഞാ ഞാൻ ഈ കുടിക്കണ പാലാണ്, പാല് ആരോഗ്യമില്ലാത്തോണ്ട്. ഓക്കെ, ശരി, ബൈ, ടാറ്റ.